വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവിടെ ശിവനാണെങ്കിൽ ചന്ദ്ര ചോറ് വിളമ്പുന്നുണ്ട്. എന്നിട്ട് ശിവൻ കൈകഴുകി വന്നിരിക്കുന്നുണ്ട്. ചന്ദ്ര എല്ലാം വിളമ്പുകയാണ്. പക്ഷേ ശിവനാണെങ്കിൽ സത്യഭാമ ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടാകുന്നൊരു ചിന്തയിലിരിക്കുമ്പോൾ കഴിക്കേട്ടാന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അതേസമയം അവിടെ ജയിലിൽ സെല്ലിലാണെങ്കിൽ സത്യഭാമയ്ക്കോ ലേഡീസ് കോൺസ്റ്റബിൾ ഭക്ഷണം കവർ പൊതി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. കഴിക്കുമെന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് വേണ്ട വിശപ്പില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് നീക്കി വെക്കുകയാണ്. അന്നേരം പിന്നെ പോലീസുകാരെ പിന്നെ തോളിൽ കയറ്റാനാണോ ഭാവം അത് നടക്കില്ല, ലോക്കപ്പിൽ എന്ത് സംഭവിച്ചാലും നമുക്കാണ് ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇവിടെ നിർബന്ധം കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, വേണ്ടെങ്കിൽ വേണ്ടാന്നും പറഞ്ഞ് അവരത് എടുത്തുകൊണ്ടങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് വീണ്ടും ഇവിടെ ചന്ദ്ര കഴിക്കേട്ടാന്നിങ്ങനെ ശിവനോട് പറയുമ്പോൾ ശിവൻ ചോദിക്കുകയാണ്, ചോറ് വേറെ ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുക. അന്നേരം ചോറും കറികളും ഒക്കെ ഉണ്ടോ എന്ന് പറയുമ്പോൾ നീ ഒരു കത്തി ഇങ്ങ് എടുക്കുമെന്ന് പറയുക. അന്നേരം എന്തിനാ ചോദിക്കുമ്പോൾ പറയുന്ന കേൾക്കുമെന്ന് പറഞ്ഞ് ചന്ദ്ര കത്തി എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അടുക്കള വശത്തെ വാതിൽ തുറന്ന് ശിവനാണെങ്കിൽ ഇപ്പോൾ ഒരു വാഴയില വെട്ടിക്കൊണ്ട് വരികയാണ്. എന്നിട്ട് ഇല തുടയ്ക്കുന്ന തുണിയൊക്കെ ചന്ദ്രയോട് ചോദിക്കാൻ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി ചോറും കറികളും ഒക്കെ പിന്നെ അതിൽ വെച്ച് പൊതിയുകയാണ്. ഇത് ആർക്കാ ഏട്ടാന്നൊക്കെ ചോദിക്കുന്നത്. അന്നേരം അതൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ട് അത് പൊതിഞ്ഞ് ശിവൻ എടുക്കുകയാണ്. അത് അത്രേ കാണിക്കുന്നുള്ളൂ. അതേസമയം ആ രാത്രി തന്നെയാണ് അവിടെ ശ്യാമയാണെങ്കിൽ ഇങ്ങനെ കട്ടിലിരിക്കുന്നുണ്ട്. അന്നേരം രോഹിത് പ്ലേറ്റിൽ ഭക്ഷണമായിട്ട് ചെല്ലുകയാണ്. അന്നേരം ഇത് കഴിക്കുമെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അന്നേരം എനിക്കിപ്പോൾ വേണ്ട വിശപ്പില്ല എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല, തന്നെ കൊണ്ടൊന്ന് ഭക്ഷണം കഴിപ്പിക്കാമെന്ന് ഞാൻ ശബ്ദം എടുത്തിരിക്കുകയാണ്, കഴിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ എനിക്ക് വിശപ്പില്ല എന്ന് അവിടെ എങ്ങനെ മൂടി വെച്ചാൽ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അന്നേരം എനിക്ക് പിന്നെ താൻ കഴിക്കുന്നത് വരെ അല്ല എനിക്ക് പിന്നെ തന്നെ കൊണ്ട് കഴിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ, അങ്ങോട്ട് വാ തുറന്നേന്ന് പറഞ്ഞ് രോഹിത് കൊടുക്കാനുള്ള ശ്രമമാണ്, വാരി കൊടുക്കുക. അന്നേരം അതൊന്നും വേണ്ട എന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് പിന്നെ കഴിച്ചേന്ന് പറയുകയാണ്. അന്നേരം ശ്യാമ അത് വാങ്ങുന്നുണ്ട്. എന്നിട്ട് ഒരു ശകലം കഴിക്കുകയാണ്. അപ്പോൾ വിശപ്പില്ലാഞ്ഞിട്ടല്ല അല്ലേ, വെറുതെ വേണ്ടെന്ന് പറഞ്ഞതാണല്ലേ. അന്നേരം ശ്യാമ അതങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ശ്യാമ പറയുന്നത് എൻ്റെ നെഞ്ചിനകത്ത് എന്തൊക്കെയോ ഉള്ളതുപോലെ, എന്തൊക്കെയോ ഭാരം കെട്ടി കിടക്കുന്നത് പോലെ അതൊക്കെ ഒന്ന് മാറണമെന്ന് പറയുക. അന്നേരം അതൊക്കെ തോന്നലുകളാണ്, അതൊക്കെ മാറുമെന്ന് പറയുന്നുണ്ട്. അതിന് രോഹിത്തിൻ്റെ സഹായം വേണമെന്ന് പറയുമ്പോൾ അതിനെന്താ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, താൻ പറഞ്ഞോ, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ എല്ലാം ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശ്യാമ പറയുകയാണ്, എനിക്ക് പപ്പി മോളെ ഒന്ന് കാണണം, അവൾ എന്നിൽ നിന്ന് അകന്നു പോയതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ ഉണ്ടായി, നമുക്ക് അവളെ കാണാൻ പോകാമെന്ന് പറയുന്നത്. അന്നേരം അതിനെന്താ പോകാമല്ലോ, നമുക്ക് നാളെ തന്നെ പോകാമെന്ന് രോഹിത് പറയുന്നുണ്ട്. അന്നേരം ശ്യാമയുടെ ഭാവം വീണ്ടും മാറുകയാണ്. അന്നേരം ശ്യാമ ഇല്ല എനിക്കിപ്പോൾ പോകണമെന്ന് പറയുകയാണ്, എനിക്ക് പപ്പി മോളെ കാണണമെന്ന് പറയുകയാണ്. അന്നേരം ഈ രാത്രി എങ്ങനെയാവുന്ന പോവുക, ഈ സമയത്ത് പപ്പിമോൾ ഉറങ്ങിക്കാണും, അവിടെ കയറി ചെന്ന് അവരെന്ത് വിചാരിക്കും, നമുക്ക് അത് രാവിലെ പോകാമെന്ന് പറയുകയാണ്. അന്നേരം ശ്യാമയ്ക്ക് വീണ്ടും ദേഷ്യമാണ്, ഇപ്പോൾ എനിക്ക് പോകണമെന്ന് പറഞ്ഞാൽ പോകണം, എനിക്ക് മോളെ കാണണമെന്ന് പറഞ്ഞ് ആ പ്ലേറ്റും ഭക്ഷണം കൂടി എടുത്ത് തറയിലേക്ക് അങ്ങ് ഇട്ട് പൊട്ടിക്കുകയാണ്. രോഹിത് ആകപ്പാടെ ക്ഷമ കണ്ണടച്ച് പിടിക്കുകയാണ്, പിന്നെ സഹിച്ച് പിടിക്കുകയാണ്, ദേഷ്യപ്പെടുന്നില്ല. എന്നിട്ടാണ് എനിക്ക് പോകണം, എനിക്കിപ്പോൾ കാണണം, എനിക്ക് എൻ്റെ മോളെ ഇപ്പോൾ കാണണമെന്നും പറഞ്ഞ് രോഹിത്തിൻ്റെ ഷർട്ടിൻ്റെ കോളറിനൊക്കെ കുത്തിപ്പിടിക്കുകയാണ്. കൊണ്ടുപോയില്ലേ എന്നൊക്കെ ചോദിച്ചു. അന്നേരം പോവാം ഇപ്പം തന്നെ പോകാം എന്ന് പറഞ്ഞ് രോഹിത് ഒരുവിധം ആശ്വസിച്ചു. നല്ല രീതിക്ക് ക്ഷമിച്ചാണ് രോഹിത് അവിടെ ശ്യാമയോട് പെരുമാറുന്നത്. അതേസമയം അവിടെ രാഘവൻ നായരാണെങ്കിൽ പിള്ള പോയ ആ ഒരു പിണക്കത്തിലും പരിഭവത്തിലും ഒക്കെ തന്നെയാണ്. എന്നിട്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് പറയുകയാണ്, എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇപ്പോൾ ഉള്ളത്, ആ പിള്ള ഉണ്ടായിരുന്നപ്പോൾ ഒരു സഹായം ഉണ്ടായിരുന്നു, ഇപ്പോൾ ആരുമില്ല, പൊന്നിയാണെങ്കിൽ പിടിപ്പത് പണിയുണ്ട് എന്ന് പറഞ്ഞ് കൊച്ചിനെ അവിടെ പൊന്നി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചങ്ങോട്ട് കരയുന്നുണ്ട്. എന്തേ തുടങ്ങിയല്ലോ, പിള്ള പറഞ്ഞത് ശരി തന്നെയാണ്, അവശകുനം തന്നെയാണെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി മരുന്നും വെള്ളമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ്റെ ഗുളിക എന്ന് പറയുമ്പോൾ പിന്നെ കൊടുക്കുന്നുണ്ട്. അന്നേരം അതേ പിള്ള എൻ്റെ കാര്യങ്ങൾ നോക്കി ഇപ്പോൾ ആരുമില്ല എന്നിങ്ങനെ പറയുന്നു. അയാൾ ഉണ്ടായിരുന്നതും പോയി എന്ന് പറയുമ്പോൾ, പിള്ള ചേട്ടനെ ഞാനായിട്ട് പറഞ്ഞു വിട്ടതല്ലല്ലോ, അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ തിരുത്താൻ നോക്കിയെന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഇത് അച്ഛൻ്റെ കാര്യങ്ങൾ മുടക്കാതിരിക്കാനല്ലേ ഞാൻ വന്നതെന്ന് പറയുകയാണ്. അന്നേരം പകലായതുകൊണ്ട് നീ ഇപ്പോൾ കൊണ്ടു തന്നു, രാത്രി ആയതുകൊണ്ട് നീ കൊണ്ടു തന്നു, പകലാണെങ്കിൽ ആരുണ്ടെന്ന് നോക്കാം, പൊന്നിക്കാണെങ്കിൽ പിടിപ്പത് ജോലിയാണ്, അതിൻ്റെ ഇടയിൽ ഈ കൊച്ചും കൂടി എൻ്റെ കരച്ചിൽ കേട്ടില്ലേ, ഈ അടുത്തുള്ളവരൊക്കെ സ്ഥലവും വീടും ഒക്കെ വിറ്റ് പോകാനായിട്ട് ഇത് ഒരെണ്ണം മതി, പിന്നെ അപശകുനമാണ്, ഇതിനിവിടെ നിർത്താൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു കുഞ്ഞല്ലേ, പൊടി കുഞ്ഞിനെ പറ്റിയാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ശാലിനിക്ക് വിഷമം വരുന്നുണ്ട്. അന്നേരം പിള്ള ചേട്ടനാണെങ്കിൽ അങ്ങനെയൊന്നും അച്ഛനെ വിട്ട് പോകാൻ കഴിയില്ല, നാളെ നേരം വെളുക്കുമ്പോൾ ആളുടെ സ്ഥലത്തുണ്ടാകും, പോകുമ്പോൾ എത്ര ദൂരം പോകാനാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അങ്ങനെയൊന്നുമല്ല, ഇപ്പോൾ അയാൾ കരുതി കൂട്ടി തന്നെ പോയതാണെന്ന് പറയുമ്പോൾ കുഞ്ഞവിടെ വീണ്ടും കരയുകയാണ്. അന്നേരം എന്തേ കേട്ടില്ലേ, അതിൻ്റെ ശബ്ദം കരച്ച് നിർത്തണില്ല എന്നൊക്കെ പറയുമ്പോൾ ശാലിനിക്ക് വിഷമം വരികയാണ്. അതേസമയം പൊന്നിയാണെങ്കിൽ അവിടെ കുഞ്ഞിനെ കരച്ചിൽ മാറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അന്നേരം കട്ടിൽ കിടത്തിയിട്ട് പൊന്നി താഴേക്ക് വന്നിട്ട് സ്റ്റെയറിൻ്റെ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞാൻ പഠിച്ച പണി 18 നോക്കി, കരച്ചിൽ നിർത്തുന്നില്ല, കുഞ്ഞൊന്ന് പോയി എടുക്കുമെന്ന് പറയുകയാണ്. അന്നേരം എന്തേ കണ്ടില്ലേ, അങ്ങോട്ട് കരച്ചിൽ തുടങ്ങുന്നത്, കരച്ചിൽ നിർത്തില്ല, അത് കരച്ചിൽ നിർത്തിയാൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് രാഘവൻ നായരങ്ങ് അകത്തേക്ക് റൂമിലേക്ക് പോവുകയാണ്. അന്നേരം പൊന്നി വന്നിട്ട് പൊന്നിയുടെ കയ്യിലേക്ക് ശാലിനി കൊടുക്കുന്നുണ്ട് ഈ ഗുളിക, ഇത് പിന്നെ അച്ഛന് കൊടുക്കുമെന്ന് പറയുകയാണ്. അന്നേരം രാഘവ സാറിനോടൊന്നും പറയാൻ നോക്കണ്ട, പിള്ളച്ചേട്ടൻ പോയതിൻ്റെ വിഷമത്തിലാണെന്ന് പൊന്നി പറയുന്നുണ്ട്. അന്നേരം ഈ രാഘവൻ നായർ വീണ്ടും റൂമിൻ്റെ വെളിയിലേക്ക് വന്നിട്ട് എന്തുവാ രണ്ടുപേരും കൂടി മന്ത്രിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശാലിനി അങ്ങ് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം സാറ് ഈ ഗുളിക കഴിക്കുമെന്ന് പറയുമ്പോൾ ഗുളിയെ കൊണ്ടുപോയിക്കോണം അവിടെ നിന്നെന്ന് പറഞ്ഞ് പൊന്നിയോട് രാഘവൻ നായർ ദേഷ്യപ്പെടുകയാണ്.
എന്നിട്ട് ശാലിനിയാണെങ്കിൽ റൂമിലേക്ക് ചെന്നിട്ട് കുഞ്ഞിനെ എടുത്ത് കരച്ചിൽ മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതേസമയം അവിടെ സ്റ്റേഷനിലേക്ക് ശിവനാണെങ്കിൽ ഭക്ഷണവുമായിട്ട് എത്തുന്നുണ്ട്. നേരെ അവിടെ വെളിയിൽ ഒരു വനിതാ കോൺസ്റ്റബിളാണ് ഇരിക്കുന്നത്. അന്നേരം സത്യാമ്മ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഭക്ഷണം വാങ്ങി കൊടുത്തിട്ട് കഴിച്ചില്ല എന്ന് പറയുമ്പോൾ അത് എനിക്കറിയാം, വലിയ വാശിക്കാരിയാണ്, അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ അതൊന്നും ഇവിടെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാം. സോമശേഖരൻ സാർ അങ്ങനെ അറിഞ്ഞാൽ ശരിയാക്കുമെന്ന് പറയുകയാണ്. അന്നേരം അങ്ങനെ ഇവിടെ ഇല്ലല്ലോ, വീട്ടിൽ പോയി മൂക്കറ്റം വലിച്ചു കയറ്റി അച്ചിയും തല്ലി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും, ഞാൻ ഇത് കൊടുത്തിട്ട് പെട്ടെന്ന് പൊയ്ക്കോളാന്ന് പറയുകയാണ്. അന്നേരം രാവിലെ വഴക്ക് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് പിന്നീട് അങ്ങ് തണുത്തോളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും സത്യാമ്മയുടെ മകനാണോ ചോദിക്കുമ്പോൾ ശിവൻ പറയണം, ആ ചോദ്യം എന്നോട് തന്നെ ഞാൻ കുറേ തവണ ചോദിച്ചാണ്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കുന്നുണ്ട്. അന്നേരം വരൂ എന്നും പറഞ്ഞ് ശിവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരം ശിവനാണെങ്കിൽ ചെല്ലുമ്പോൾ ഭാമ ഇങ്ങനെ ആ തൂണിൽ ഭിത്തിയിൽ ചാരി ഇങ്ങനെ തറയിൽ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. അന്നേരം ശിവൻ അവിടെ തറയിലെങ്കിൽ ഇരിക്കുന്നുണ്ട് സെല്ലിൻ്റെ പുറത്ത്. എന്നിട്ട് സത്യാമ്മയെന്ന് വിളിക്കുകയാണ്. അന്നേരം സത്യാമ്മ ഇങ്ങനെ നോക്കിയിട്ട് നീ എന്തിനാ പിന്നെയും വന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം പിന്നെ സത്യാമ്മയുള്ള ഭക്ഷണം കൊണ്ടുവന്നാണെന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, കഴിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാനിവിടെ കുത്തിയിരിക്കും എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇതൊന്ന് തുറക്കുമെന്ന് ഇങ്ങനെ കോൺസ്റ്റബിൾ ചോദിക്കുമ്പോൾ അവർ തുറന്നു കൊടുക്കുന്നുണ്ട്. ശിവനാണെങ്കിൽ നിരങ്ങി തന്നെ അകത്തേക്ക് കയറിയിരിക്കുകയാണ് ഭാമയുടെ അടുത്തേക്ക്. മുളക് ചുട്ടരച്ച ചമ്മന്തിയൊക്കെ ഉണ്ട്, ഞാൻ പോവില്ല, അല്ലെങ്കിൽ ഞാൻ സോമശേഖരൻ വന്നറിയാമല്ലോ, വീണ്ടും ഇവിടെ പ്രശ്നമാവുമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഭാമ എന്നിട്ട് ശിവനാണെങ്കിൽ ആ പൊതിയൊക്കെ ഇങ്ങനെ തുറക്കുന്നുണ്ട്. അപ്പോൾ പറയണം, സത്യമായും ഭാമയ്ക്ക് മനസ്സിലായി ശിവനത് കഴിപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ. അന്നേരം ഭാമയ്ക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട്. ഭാമ ചോദിക്കണം, മുളക് ചുട്ട് തന്നെ അരച്ചതാണോ ചോദിക്കുകയാണ്. അന്നേരം പിന്നെ അല്ലേ സത്യാമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ എടുത്ത് വെക്കുകയെന്ന് പറയുകയാണ്. അന്നേരം അതല്ലേ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ശിവനെ തുറന്ന് വെക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ തന്നെ എടുത്ത് തരാമെന്നും പറഞ്ഞ് സത്യാമ്മ കഴിച്ചാട്ടെ എന്ന് പറഞ്ഞ് ശിവന് ഇങ്ങനെ വാരി ഭാമയ്ക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം അത് കാണുമ്പോൾ ഭാമയ്ക്കും കണ്ണ് നിറഞ്ഞ് ഭാമ അത് കഴിക്കുകയാണ്. എന്നിട്ട് കഴിച്ചോളൂന്ന് പറയുകയാണ്. എന്നിട്ട് നീ കഴിച്ചാലും ചോദിക്കുമ്പോൾ ഞാൻ കഴിച്ചു, ഇപ്പം കഴിച്ചു എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ഭാമ ഭക്ഷണം വീണ്ടും എടുത്ത് ഇങ്ങനെ ശിവനും എടുത്ത് ഇങ്ങനെ വയലിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ശിവനകപ്പാടെ സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുന്നുണ്ട്. ഭാമ കാണാതെ ശിവനങ്ങും തുടയ്ക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് സോമശേഖരനാണെങ്കിൽ വെളിയിൽ കാറിൽ വരുന്നുണ്ട്. സോമശേഖരൻ വന്ന് നോക്കുമ്പോൾ ഇവരിങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അന്നേരം ഇതെന്താടാ ഇവിടെ എന്നും പറഞ്ഞ് വരികയാണ്. അന്നേരം ഭാമ ഇങ്ങനെ പേടിച്ചാണ് നോക്കുന്നത്. പക്ഷേ ശിവനിങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. കോൺസ്റ്റബിളെ വഴക്കുറയാണ്, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ കാണിച്ചു, നിനക്ക് കിട്ടിയതെന്ന് രാവിലെ പോരെ എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ ഇതിൽ ഇവൻ വിഷമാണ് കലക്കിക്കൊണ്ട് വന്നതെങ്കിലോ നമ്മളെല്ലാവരും തൂങ്ങില്ലേ എന്ന് പറയുകയാണ്. കോൺസ്റ്റബിളിനെ വഴക്കുറയും. അന്നേരം ആ പാവത്തിനെ ഒന്നും പറയണ്ട, നിർത്തുക എന്ന് പറഞ്ഞ് ശിവൻ അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. ഞാനാണ് നിർബന്ധപൂർവ്വം അകത്തേക്ക് കയറിയതെന്ന് പറയുന്നുണ്ട്. സത്യാമ്മയ്ക്ക് ഒരു പിടി ഭക്ഷണം കുറച്ച് കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു, അതെന്തായാലും സാധിച്ചു. പിന്നെ ഞാൻ അമ്മയെപ്പോലെ കരുതുന്ന സ്ത്രീയാണ്, അവരുടെ ദേഹത്ത് ഒരു നുള്ളി മണ്ണ് വീണു എന്ന് അറിഞ്ഞാലുണ്ടല്ലോ സോമശേഖര നിന്നെ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയുകയാണ്. അങ്ങനെ പോലീസുകാരെ വെല്ലുവിളിക്കുന്നോടാന്ന് പറഞ്ഞ് ശിവൻ്റെ ഷർട്ടിൻ്റെ കോളറിന് കുത്തിപ്പിടിക്കുമ്പോൾ അതെ വെല്ലുവിളിക്കാം, ഇതുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വെല്ലുവിളിച്ചത്, കാരണം എനിക്കിത് നിയോഗമാണ് എന്ന് പറഞ്ഞിട്ട് താൻ ഓർത്തോ എന്നിങ്ങനെ പറയുകയാണ്. അതെ അങ്ങനെ ശിവൻ്റെ ആ ഒരു ഭീഷണി മുന്നിൽ സോമശേഖരൻ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് നാളെ ഉച്ചയ്ക്ക് മുന്നേ കോടതിയിൽ ഹാജരാക്കുമെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ഇവരെ ഇറക്കിക്കൊണ്ട് പോകുമെന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ അധികാരമുള്ള കളക്ടർ മാഡം വിചാരിച്ചിട്ട് സാധിച്ചില്ല, പിന്നെ അല്ലേ നീ എന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ ഞാൻ ശ്രമിച്ചോളാം, പക്ഷേ ഇവർ സത്യാമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ സോമശേഖര ഓർത്തോ, നീ പച്ചയ്ക്ക് നിന്നെ ഞാൻ കൊളുത്തും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭാമയോട് ഒന്ന് പറയുകയാണ്. സത്യാമ്മ ഭക്ഷണം കഴിച്ചോളൂ, ഞാൻ പുറത്തുണ്ടാകും എന്ന് പറയുകയാണ്. എന്നിട്ട് ശിവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വണ്ടി എടുത്ത് പോവുകയാണ്. അന്നേരം ഈ കോൺസ്റ്റബിളിനോട് പിന്നെ സോമശേഖരൻ പറയുന്നുണ്ട്, ഇനി ഒരൊറ്റ മനുഷ്യനകത്തേക്ക് അടുത്ത് വിടരുതെന്ന് പറയുമ്പോൾ സാറെന്നും പറഞ്ഞ് അവർ നിൽക്കുകയാണ്. തുടർന്ന് സെല്ലങ്ങോട്ട് അടയ്ക്കുന്നുണ്ട്. തുടർന്ന് ഭാമയാണെങ്കിൽ ഈ ഭക്ഷണം നോക്കിയിട്ട് ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ശിവനങ്ങ് വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. ഇത്രയുമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നും കോടതിയിൽ ആ ദിവസം തന്നെയാണ് കാണിക്കുന്നത്, ഭാമയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ നാളെ എന്തായാലും കാണുമായിരിക്കും. പിന്നെ ചിലപ്പോൾ ഇനി പപ്പിയെ കാണാൻ പോകുന്ന ആ ഒരു സീൻ കാണിക്കുമെന്നറിയില്ല, രോഹിത്തും ശ്യാമയും കൂടി. അതോ ഇനി പപ്പിയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുമോ, ശാലിനി ഇങ്ങോട്ട് കൊണ്ടുവരുമോ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.